ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എല്ലാവരും സുഖമായിരിക്കാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഡിലീവറിന്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് എലിമിനേഷൻ ആണ്. അപ്പൊ അതിന്റെ ഒരു 4 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇന്ന് അതിൽ നിന്ന് എന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഹ്യൂമൻ ഫിസിയോളജിന്ന് വിട്ടിട്ടൊരു ടോപ്പിക്കുമായിട്ടാണ്. ഏതുവരെ ഹ്യൂമൻ ഫിസിയോളജി പിടിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ചെറിയ ചേഞ്ചിന് വേണ്ടി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോ സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ എന്താണ് ബേസിക് യൂണിറ്റ് ആണ്. നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലായിട്ടാണ്, അല്ലെ? നമ്മളൊരു സൈഗോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. ആ സൈഗോട്ടിന് പലതരത്തിലുള്ള ഡിവിഷൻസ് സംഭവിച്ചാണ് എന്ത് നമ്മളെ പോലുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യനുണ്ടാവുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയുക, ബ്യൂട്ടിഫുൾ പ്രോസസ്, ഒരു ചെറിയ സിംഗിൾ സെല്ലിൽ നിന്നും ഇത്തരം ഒരു ഓർഗാനിസം ഉണ്ടായി വരുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഉണ്ടായി വരുന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഓർഗാനിസംസ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരിൽ ഓരോന്നിലും എന്ത് പറയുന്നുണ്ട്? വ്യത്യസ്തമായ രീതികളിൽ എന്ത് നടക്കുന്നുണ്ട്? ഈ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം തൊട്ട് മൾട്ടി സെല്ലുലാർ വരെ ഉണ്ട്. അപ്പൊ പലതരത്തിലുള്ള രീതിയിലാണ് എന്ത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സിനെ കുറിച്ചാണ്, ആ ഒരു ബ്യൂട്ടിഫുൾ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ തുടങ്ങുന്നത് തന്നെ നമ്മുടെ സെൽ തിയറിയിലെ ഒരു പോസ്റ്റുലേറ്റ് വെച്ചിട്ടാണ്. അതായത് റുഡോൾഫ് വിർച്ചോ ഇൻ 1885 കൊണ്ടുവന്നൊരു പോസ്റ്റുലേറ്റ് ആണത് സെൽ തിയറിയിലെ ഒമ്നി സെല്ലുല ഈ സെല്ലിലെ. അതായത് എന്താണ്? സെൽസ് ആർ ഫോം ഫ്രം ദി അതായത് സെൽസ് ആർ ഫോം ബൈ ദി ഡിവിഷൻ ഓഫ് ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതായത് പുതിയ സെല്ലുകൾ ഉണ്ടാകും. ന്യൂ സെൽസ് ആർ ഫോം ബൈ ദി ഡിവിഷൻ ഓഫ് ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പഴയ സെല്ലുകളുടെ ഡിവിഷൻ വഴിയാണ് എന്ന് പറയുന്ന സെൽ തിയറിയുടെ ഒരു പോസ്റ്റുലേറ്റ് റുഡോൾഫ് വിർച്ചോ ഇൻ 1855 കൊണ്ടുവന്ന ഒരു പോസ്റ്റുലേറ്റ്, സെൽ തിയറിയിലെ പോസ്റ്റുലേറ്റ് ആണെന്ന് പറയുന്നത് ഈ ഒമ്നി സെല്ലുല ഈ സെല്ലില്. അപ്പൊ ഒരു സെല്ല് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട്, പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് എന്നാണ് എന്ത് ആ ഒരു ടേമിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ചാപ്റ്ററിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സെൽ ഡിവിഷന്റെ ഒരു 8 ടൈപ്പുകൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് എമൈറ്റോസിസ്, പിന്നെ വരുന്നത് ഡൈനോമൈറ്റോസിസ്, കാരിയോകോറിയോസിസ്, എൻഡോമൈറ്റോസിസ്, ബ്രാക്കിമിയോസിസ്, ഡിക്റ്റിയോകൈനസിസ്, പിന്നെ മൈറ്റോസിസ്, മിയോസിസ്. ഈ 2 ആൾക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും, മൈറ്റോസിസിനെയും മിയോസിസിനെയും. ബാക്കി ആൾക്കാരൊക്കെ ന്യൂ ടേംസ് ആയിട്ട് തോന്നാം. അപ്പൊ ഇവർ ഓരോരുത്തരും എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഇതെന്ന് പറയുന്നത് എമൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എമൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉണ്ടാകുന്നത് എവിടെയൊക്കെയാണ്? എമൈറ്റോസിസ് സാധാരണയായിട്ട് കാണപ്പെടുന്നത് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്. എന്താണ് പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അവർക്ക് ഒരു ഡെഫിനിറ്റ് ന്യൂക്ലിയർ മെമ്പറൈൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അത്തരം ഓർഗാനിസംസിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത്, പ്രൊകാരിയോട്ടിക് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരം ഓർഗാനിസംസിൽ സാധാരണയായി കാണപ്പെടുന്ന നോർമൽ സെൽ ഡിവിഷൻ ആണ് എന്ന് പറയുന്നത് മൈറ്റോസിസ് എന്ന് പറയുന്നത്. പിന്നെ എന്തിലും വരുന്നുണ്ട്? യുക്കാരിയോട്സിന്റെ കേസിലും വരുന്നുണ്ട്. ഏതിലൊക്കെ? ഈസ്റ്റുകളില്. എന്താണ് ഈസ്റ്റ്? യൂണിസെല്ലുലാർ ഫംഗസിനെയാണ് നമ്മൾ ഈസ്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ എന്താണ് ഡിസീസ്ഡ് ആയിട്ടുള്ള എന്തിലും കാണപ്പെടുന്നുണ്ട്? യൂക്കാരിയോട്ടിക് സെല്ലുകളിലും കാണപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെയൊക്കെ സെല്ല് എന്താണ് ഡിസീസ്ഡ് ആയി അല്ലെങ്കിൽ ഏജ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലും കാണപ്പെടുന്ന ഫിനോമിനാണ് ഇതെന്ന് പറയുന്നത് എമൈറ്റോസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബാക്ടീരിയയിലൊക്കെ എങ്ങനെയാണ് ഫിഷൻ നടക്കുന്നത് എന്നുള്ളത്. ബൈനറി ഫിഷൻ നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും ഇങ്ങനെ. ആ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? സെൽ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ആദ്യം എന്ത് ചെയ്യും?
ഇതാണ് സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലും ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? 2 ഡോട്ടർ സെൽസ് ഉണ്ടാവും അല്ലേ? അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നില്ല. അപ്പൊ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോവാണ് ചെയ്യാം. ഇനി എന്തിന്റെ കേസിൽ, യൂക്കാരിയോട്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കുറച്ചും കൂടി എന്ത് വരും? അലങ്കാരപ്പണി വരും. കാരണം അവിടെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്നുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് അവിടെ നമുക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ, നമ്മുടെ കേസിൽ സെൽ ഡിവിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളൊരു സാധനം കേട്ടിട്ടുണ്ടോ? സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ അല്ലെ? സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്ത സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് ക്രോമസോംസിനെ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്ത് 2 അറ്റത്തേക്ക് പുല്ല് ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞ ക്രോമസോം സെൽ സൈക്കിൾ വരുന്ന സമയത്ത്, മിയോസിസും മൈറ്റോസിസും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കും. ഇത്ര ഓർത്തൊക്കെ സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യുക. സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ് 2 സൈഡിലേക്ക്, 2 പോൾസിലേക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്രോമസോംസിനെ എന്ത് ചെയ്യുന്നത്? ഹാഫായി ഡിവൈഡ് ചെയ്ത് പുല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹാഫായി ഡിവൈഡ് ചെയ്ത് ക്രോമസോംസിനെ 2 സൈഡിലോട്ട് പുല്ല് ചെയ്യുന്നത് ആരാണ്? ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ആ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. മൈറ്റോസിസിന്റെ കേസിൽ, യൂക്കാരിയോട്സിന്റെ കേസിൽ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ മൈറ്റോസിസിൽ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അതിന് പകരമായിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ സെല്ലുകളില, അതായത് യൂക്കാരിയോട്ടിക് സെല്ലുകളില ന്യൂക്ലിയർ മെംബ്രെയിൻ എന്ത് ചെയ്യും? എൻലോങ്ങേറ്റ് ചെയ്യും, വലുതാവും. എന്നിട്ട് എന്ത് ചെയ്യും? സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യും, അതുപോലെ തന്നെ എന്തും ഡിവൈഡ് ചെയ്യും? ന്യൂക്ലിയസും ഡിവൈഡ് ചെയ്യും. അതായത് സൈറ്റോപ്ലാസം ഇങ്ങനെ ഹാഫ് ആവും, അതുപോലെ തന്നെ ന്യൂക്ലിയസും എന്ത് ചെയ്യും? ഇങ്ങനെ ഹാഫ് ആവും. അങ്ങനെയാണ് എന്ത്? യൂക്കാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ എന്ത് നടക്കുന്നത്? ഡിസീസ്ഡ് യൂക്കാരിയോട്ടിക് സെല്ലിന്റെ കേസിൽ സെൽ ഡിവിഷൻ നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എമ്മൈറ്റോസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എമ്മൈറ്റോസിസിനെ കുറിച്ച്. എന്താണ് എമ്മൈറ്റോസിസ് എന്ന് പറയുന്നത്? ഓക്കെ, അടുത്ത നമ്മൾ എന്താ കാണുന്നേ? നോക്കിയേ, ഡൈനോമൈറ്റോസിസ് എന്ന് പറയുന്ന ഫിനോമിനൻ ആണ് കാണുന്നത്. അപ്പൊ അടുത്തത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡൈനോമൈറ്റോസിസ്. ഡൈനോമൈറ്റോസിസിൽ എന്താ വരുന്നത്? അതായത് ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസംസിൽ, യൂണിസെല്ലുലാർ മെറൈൻ ഓർഗാനിസംസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പലതരത്തിലുള്ള കിങ്ഡംസ് പഠിക്കുന്നു. കിങ്ഡം മൊണീറ, ബ്രിട്ടീഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടക്കത്തിലെ ചാപ്റ്റേഴ്സ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്താന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഡൈനോഫ്ലജെല്ലേറ്റ്സിന് ഇത്ര ഓർത്ത് വയ്ക്കുക. എന്താ? ഡൈനോഫ്ലജെല്ലേറ്റ്സിനാണ് ഡൈനോമൈറ്റോസിസ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? ഡൈനോമൈറ്റോസിസ് കാണപ്പെടുന്നത് ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസംസിലാണ് കാണപ്പെടുന്നത്. ഡൈനോഫ്ലജെല്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സെല്ലുലാർ മെറൈൻ ഓർഗാനിസംസ് ആണ് ഡൈനോഫ്ലജെല്ലേറ്റ്സ്. 2 ഫ്ലജെല്ലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ അവരിൽ കാണപ്പെടുന്നതാണ്. അതിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മൈറ്റോസിസ് പോലെ തന്നെ എന്ത് വരുന്നില്ല? സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഈ ഡൈനോമൈറ്റോസിസിലും വരുന്നില്ല. സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ, പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂക്ലിയസ് കയറി ഡിവൈഡ് ചെയ്യല്ല, ന്യൂക്ലിയർ മെംബ്രെയിനിലോട്ട്. ഇവരും എന്താണ്? യൂക്കാരിയോട്ടിക് ആണ്. ഡൈനോഫ്ലജെല്ലേറ്റ്സും യൂക്കാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്, യൂക്കാരിയോട്ടിക് മറൈൻ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇവര് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ എൻവലപ്പിലോട്ട് അറ്റാച്ച് ചെയ്യും? ഈ ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ അവരുടെ ക്രോമസോംസ് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സെല്ല് ഡിവൈഡ് ചെയ്യും, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എന്തുണ്ടാവും? 2 സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, അതാണ് എന്തിൽ നടക്കുന്നത്? ഡൈനോമൈറ്റോസിസ്. ഡൈനോമൈറ്റോസിസിൽ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ പെർസിസ്റ്റ് ആൻഡ് എന്താണ്? there is no spindle fiber formation and nuclear division എങ്ങനെ occur ചെയ്യുന്നത്? ന്യൂക്ലിയർ ഡിവിഷൻ occurs by the chromosomes attaching to the എന്താണ്? ഇവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതായത് ക്രോമസോംസ് എവിടേക്ക് അറ്റാച്ച് ചെയ്യും? ന്യൂക്ലിയർ മെംബ്രെയിനിലേക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ നടക്കുന്നത്. അതാണ് എന്തിൽ വരുന്നത്? ഡൈനോമൈറ്റോസിസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? കാരിയോകൊറോസിസ് എന്ന് പറയുന്നത്. കാരിയോകൊറിയോസിസ് അല്ല, കാരിയോകൊറിയോസിസ്, സോറി. അപ്പൊ കാരിയോകൊറിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെങ്ങനെയാ വരുന്നത്? ഫംഗസിലാണ് കാണപ്പെടുന്നത്. കാരിയോകൊറിയോസിസ് എവിടെ കാണപ്പെടുന്നത്? ഫംഗസിലാണ് സാധാരണ കാണപ്പെടുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ ഇൻട്രാന്യൂക്ലിയർ സ്പിൻഡിൽ ഫോർമേഷൻ, അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? സ്പിൻഡിൽ ഫോർമേഷൻ നടക്കുന്നത്. ന്യൂക്ലിയർ മെംബ്രെയിൻ അപ്പോൾ എന്ത് ചെയ്യുന്നില്ല? ഡിസോൾവ് ചെയ്ത് പോകുന്നില്ല. നമ്മൾ സാധാരണ സെൽ ഡിവിഷനിൽ സ്പിൻഡിൽ ഫോർമേഷൻ നടക്കുമ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസോൾവ് ചെയ്ത് പോകും.
ആ പ്രോസസ് ഒക്കെ ഞാൻ മൈറ്റോസിസും മിയോസിസും പറയുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഇൻ ദ കേസ് ഓഫ് കാരിയോകൊറോസിസ് എവിടെയാണ്? ഇൻട്രാന്യൂക്ലിയർ, ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്. ഈ ഇൻട്രാന്യൂക്ലിയർ സ്പിൻഡിൽസ് ആർ ഫോം. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ഇൻട്രാന്യൂക്ലിയർ സ്പിൻഡിൽസ് ക്രോമസോംസിന് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് എന്തിലാണ് നടക്കുന്നത് കാരിയോകൊറോസിസ്? സാധാരണ ഫംഗസിൽ നടക്കുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? കാരിയോകൊറിയോസിസ്. ഓക്കെ, ഫംഗസിൽ നടക്കുന്ന പ്രോസസ് ആണ് കാരിയോകൊറിയോസിസ്. അടുത്തതാണ് എന്താണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? എൻഡോമൈറ്റോസിസ്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? എൻഡോമൈറ്റോസിസ്. ഡ്യൂപ്ലിക്കേഷൻ, ക്രോമസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുക, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. അപ്പൊ എന്തുണ്ടാവും? പോളിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാവും. എന്നാൽ ക്രോമസോംസ് അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന ജനറ്റിക് മെറ്റീരിയൽസ്, എൻഡോമൈറ്റോസിന്റെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അതിലുള്ള ക്രോമസോംസ് എന്ത് ചെയ്യും? ഡബിൾ ചെയ്യും. ജനറ്റിക് മെറ്റീരിയൽ 2x ആവും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? സെല്ല് ഡിവൈഡ് ചെയ്യില്ല. സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? പോളിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത്. എൻഡോമൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി ക്രോമസോംസിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കും വിത്തൗട്ട് ദ ഡിവിഷൻ ഓഫ് ദി ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യത്തില്ല. ബട്ട് ദർ വിൽ ബി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി ക്രോമസോംസ്. ഡിവിഷൻ ഓഫ് ദ ന്യൂക്ലിയസും ഉണ്ടാവില്ല, ഡിവിഷൻ ഓഫ് ദ സെല്ലും ഉണ്ടാവില്ല. ബട്ട് ദർ വിൽ ബി ഡിവിഷൻ ഓഫ് ദി ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദി ക്രോമസോംസ്. സോ ദാറ്റ് ഇറ്റ് റിസൾട്ട്സ് ഇൻ പോളിപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഈ പോളിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ടാകുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ബ്രാക്കിമിയോസിസ്. ബ്രാക്കിമിയോസിസ് കാണപ്പെടുന്നത് ആസ്കോമൈസിസ് എന്ന് പറയുന്ന ചില പ്രത്യേകതരം ഫംഗൽ ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ ബ്രാക്കിമിയോസിസ് എന്ന് പറയുന്നത്. ബ്രാക്കിമിയോസിസ് സാധാരണ കാണപ്പെടുന്ന എവിടെയാണ്? ആസ്കോമൈസിസ് എന്ന് പറയുന്ന ഫംഗസിലാണ്. അതായത് മിയോസിസിന് 2 സ്റ്റേജസ് ഉണ്ട്. നമുക്ക് പിന്നീട് പഠിക്കുന്നപ്പോൾ വരുന്ന മിയോസിസിലേക്ക് കടക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. മിയോസിസിന് 2 സ്റ്റേജസ് ഉണ്ട്. അതായത് മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. ആ മിയോസിസ് 2 വെച്ചിട്ട് എന്ത് സ്റ്റോപ്പ് ആവുന്നു? സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ആവുന്നു, അറസ്റ്റഡ് ആവുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രാക്കിമിയോസിസ് എന്ന് വിളിക്കും. അപ്പൊ ബ്രാക്കിമിയോസിസ് എന്താണ്? ആസ്കോമൈസിസ് ഫംഗസ് ഗ്രൂപ്പിൽ കാണപ്പെടുന്നതാണെന്ത്? ബ്രാക്കിമിയോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രാക്കിമിയോസിസിൽ മിയോസിസ് 2 സ്റ്റേജില്, മിയോസിസ് 1 മിയോസിസ് 2 ഉണ്ട്. മിയോസിസിൽ 2 സ്റ്റേജ് ഉണ്ട്. അപ്പൊ മിയോസിസ് 2 സ്റ്റേജിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതായത് മിയോസിസ് അറസ്റ്റഡ് ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബ്രാക്കിമിയോസിസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഡിക്റ്റിയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസ്, അതായത് സെല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തുമാത്രം ഡിവൈഡ് ചെയ്താൽ പോലെ? സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ ന്യൂക്ലിയസ് മാത്രം ഡിവൈഡ് ചെയ്താൽ പോലെ അതിലുള്ള ബാക്കി ഓർഗനൽസും എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഗോൾജി ബോഡീസ്, ഡിക്റ്റിയോസോംസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ബാക്കിയുള്ള സെൽ ഓർഗനൽസ് എന്തൊക്കെയാണ്? ഗോൾജി ബോഡീസും അതുപോലെ തന്നെ ഡിക്റ്റിയോസോംസ് എന്ന് പറയുന്ന നമ്മുടെ സെൽ ഓർഗനൽസ് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിക്റ്റിയോകൈനസിസ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഗോൾജി ബോഡീസും ഡിക്റ്റിയോസോംസ് എന്ന് പറയുന്ന സെൽ ഓർഗനൽസിന്റെ ഡിവിഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിക്റ്റിയോകൈനസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടുപേർക്കും പരിചയമുള്ള ടേമുകൾ എന്തൊക്കെയാണ്? മൈറ്റോസിസും മിയോസിസും. മൈറ്റോസിസ് നമുക്കറിയാം നമ്മുടെ ഇക്വേഷണൽ ഡിവിഷൻ ആണ്. ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 ഡോട്ടർ സെൽസ് ഫോം ചെയ്യും. രണ്ടിലും എന്തായിരിക്കും? അതായത് 3 മദർ സെല്ലിന്റെ അതേ ക്രോമസോം നമ്പർ തന്നെയായിരിക്കും 2 ഡോട്ടർ സെല്ലിലോട്ടും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്. ഇക്വേഷണൽ ഡിവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മൈറ്റോസിസ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു മദർ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 ഡോട്ടർ സെൽസ് ഉണ്ടാവും. ആ മദർ സെല്ലിലെ അതേപോലെ തന്നെയുള്ള എന്തായിരിക്കും? അതായത് മദർ സെല്ല് 2n ക്രോമസോംസ് ആണെങ്കിൽ ഡോട്ടർ സെൽസിൽ എന്തായിരിക്കും? 2n ക്രോമസോംസ് ആയിരിക്കും ഉണ്ടാവുക. മിയോസിസിലോട്ട് വരുമ്പോൾ അതെന്താണ്? റിഡക്ഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് റിഡക്ഷണൽ ഡിവിഷൻ എന്ന് വിളിക്കുന്നത്? മദർ സെല്ലില്
2n ക്രോമസോംസ് ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവത്തുള്ളൂ? അതിന്റെ പകുതി ക്രോമസോംസേ കാണാൻ സാധിക്കത്തുള്ളൂ. 2n ആണെങ്കിൽ അവിടെ എന്തുണ്ടാവുള്ളൂ? n ക്രോമസോംസേ 4 ഡോട്ടർ സെല്ലും കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് എന്തെന്ന് പറയുന്നത്? റിഡക്ഷണൽ ഡിവിഷൻ. അപ്പൊ എന്ത് ചെയ്തു? ഹാഫ് ആയി, നേരെ ഹാഫ് ആയി. എന്തെന്ന് പറയുന്നത്? നമ്പർ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്ത്? മിയോസിസ്. ദാറ്റ് ഈസ് റിഡക്ഷണൽ ഡിവിഷൻ. ഹാഫ് ദ നമ്പർ ഓഫ് എന്തായിരിക്കും? ക്രോമസോംസ് ആയിരിക്കും ഒരു സെല്ലിൽ, ഡോട്ടർ സെല്ലിൽ വരുന്നത്. 4 ഡോട്ടർ സെൽസ് ഉണ്ടാവും മിയോസിസിൽ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡിവിഷൻസ്, ടൈപ്സ് ഓഫ് ഡിവിഷൻസ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മൈറ്റോസിസ് എവിടെ കാണപ്പെടുന്നത്? സാധാരണ പ്രൊകാരിയോട്സിൽ കാണപ്പെടുന്നതാണ്. പിന്നെ ഡിസീസ്ഡ് യൂക്കാരിയോട്ടിക് സെല്ലിലും കാണാം. എന്തുണ്ടാവുന്നില്ല? ദർ ഇസ് നോ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ. എന്താണ്? സെല്ലും ഡിവൈഡ് ചെയ്യും, അതിന്റെ ഒപ്പം തന്നെ ന്യൂക്ലിയസിന്റെ ജനറ്റിക് മെറ്റീരിയലും ഡിവൈഡ് ചെയ്തു പോകും. മറ്റേ യൂക്കാരിയോട്സിന്റെ കേസിലാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയസിന്റെ ഡിവിഷൻ നടക്കും. അല്ലാണ്ട് അവിടെ സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കുന്നില്ല. ഡൈനോമൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ഡൈനോഫ്ലജെല്ലേറ്റ്സിൽ കാണപ്പെടുന്നതാണ്. അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെയും സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ നടക്കുന്നില്ല. ഓക്കെ, അതിന് പകരം എന്താ ഉണ്ടാവുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിനിലേക്ക് എന്ത് ചെയ്യും? 2 പോൾസ് ഓഫ് ദ ന്യൂക്ലിയർ മെംബ്രെയിനിലേക്ക് ക്രോമസോംസ് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സെല്ല് ഡിവൈഡ് ചെയ്യും, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാരിയോകോറിയോസിസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? കൊറിയോസിസിൽ എന്താണ്? ഇൻട്രാന്യൂക്ലിയർ സ്പിൻഡിൽ ഫോർമേഷൻ ആണ് കാണപ്പെടുന്നത്. എവിടെ കാണപ്പെടുന്നത്? ഫംഗസിലാണ് കാണപ്പെടുന്നത്. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യും? ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നും സംഭവിക്കുന്നില്ല. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? സ്പിൻഡിൽസ് ഫോം ചെയ്യുന്നു. അതാണ് കാരിയോകോറിയോസിസ്. എൻഡോമൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? അതായത് ക്രോമസോംസ് എന്ത് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്യില്ല? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യത്തില്ല. അപ്പൊ എന്തുണ്ടാവും? പോളിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഫോം ചെയ്യും. എന്താണ്? ക്രോമസോംസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, പക്ഷെ ന്യൂക്ലിയസും സെല്ലൊന്നും ഡിവൈഡ് ചെയ്യത്തില്ല. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? പോളിപ്ലോയിഡ് സെല്ലുകൾ ഫോം ചെയ്യും. അതാണ് ഇതെന്ന് പറയുന്നത് എൻഡോമൈറ്റോസിസ്. ബ്രാക്കിമിയോസിസ് എന്ന് പറഞ്ഞാൽ ആസ്കോമൈസിസ് ഗ്രൂപ്പ് ഓഫ് ഫംഗസിൽ കാണപ്പെടുന്നതാണ്. മിയോസിസ് 2 സ്റ്റേജിൽ എന്ത് അറസ്റ്റഡ് ആവുന്നു? ഈ സെൽ ഡിവിഷൻ അറസ്റ്റഡ് ആവുന്നു. മിയോസിസ് 1, മിയോസിസ് 2 ഉണ്ട്. അത് മിയോസിസ് 2 സ്റ്റേജിൽ വെച്ചിട്ട് അതായത് എന്ത് അറസ്റ്റഡ് ആവും? ഈ സെൽ ഡിവിഷൻ അറസ്റ്റഡ് ആവും. ഈ ഡിക്റ്റിയോകൈനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾജി ബോഡീസും ഡിക്റ്റിയോസോംസും എന്ത് ചെയ്യുന്നു? ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിക്റ്റിയോകൈനസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മൈറ്റോസിസും മിയോസിസ്, അത് രണ്ടും നമുക്കറിയാം. മൈറ്റോസിസ് എന്താണ്? ഇക്വേഷൻ ഡിവിഷൻ ആണ്. മിയോസിസിലേക്ക് വരുമ്പോൾ അതെന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. ഓക്കെ, ഈ 8 ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്രയും നേരം സെൽ ഡിവിഷൻസ്, പലതരത്തിലുള്ള സെൽ ഡിവിഷൻസിനെ കുറിച്ച് കണ്ടു. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽ ഡിവിഷൻസ് എന്തൊക്കെയാണ്, അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അപ്പോൾ അത് ഏതൊക്കെ ഓർഗാനിസംസിലാണ് കാണുന്നതെന്നുള്ളതൊക്കെ കണ്ടു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക്, അതായത് പ്രോപ്പർ ആയിട്ട് കിടക്കാം. അതായത് നമ്മുടെ ചാപ്റ്റർ നമുക്കറിയാം സെൽ ഡിവിഷൻ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ ആണ്. നമ്മൾ ആദ്യം അതിൽ കാണാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെൽ സൈക്കിൾ ആണ്. എന്താണ് സെൽ സൈക്കിൾ? അപ്പൊ സെൽ സൈക്കിളിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുക്കാം. എന്താണ് ഡെഫിനേഷൻ എന്ന് പറയുന്നത്? സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് that takes place from the formation of a cell to its division into daughter cells is called as cell cycle. എന്താണ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ? The sequence of events that takes place from the formation of a cell to its division into daughter cells is called as cell cycle. ആ ഒരു പ്രോസസ്സിനെയാണ് സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു സെല്ല് ഫോം ചെയ്ത്, അതിന്റെ സെല്ല് അതിന്റെ കോൺസ്റ്റുവൻസിനെയും എല്ലാത്തിനെയും ഫോം ചെയ്ത് അതൊരു ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വരെയുള്ള ഒരു സീക്വൻസ് ഓഫ് ഈവൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൽ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട് സെൽ സൈക്കിളില്? ഒന്നാണ് എന്ത്? ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീനോം. അതിന്റെ ജനറ്റിക് മെറ്റീരിയലിനെ എന്ത് ചെയ്യും? സെല്ല് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീനോം. പിന്നെ വരുന്നത് എന്താണ്? സിന്തസിസ് ഓഫ് ദ സെൽ കോൺസ്റ്റുവൻസ്. അതായത് സെല്ലിലുള്ള കോൺസ്റ്റുവൻസിന്, ഇപ്പൊ ജിനോം മാത്രമല്ല, സെല്ലിൽ വരുന്ന അതിന്റെ എന്താ പറയാ, ബാക്കി മെറ്റീരിയൽസിനെ, അതായത് അതിന്റെ ഓർഗാനൽസിനെ, ഇതിനൊക്കെ, അതായത് ഇപ്പൊ ഒരു സെല്ല് ഡിവൈഡ് ചെയ്യും, ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ, ഇപ്പൊ നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലെങ്കിൽ എന്താണ്? അത് പിന്നീട് വഴക്കിന് കാരണം. അതുപോലെ തന്നെയാണ് സെല്ല് നിന്റെ ഡോട്ടർ സെല്ലായി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ തന്റെ കയ്യിലുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? എന്റെ ഡോട്ടർ സെൽസിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതാണ് എന്ത്? അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യും? അതിനുള്ള കോൺസ്റ്റുവൻസ്, അതിലുള്ള
ഓർഗനൽസിന് ഇതിനെല്ലാത്തിനും എന്ത് ചെയ്യും, ഈ സെല്ല് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാ വരുന്നത്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീനോ, അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് സെൽ കോൺസ്റ്റുവൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എന്ത് പറയുന്നത്, ഡിവിഷൻ ഇൻ ടു ഡോട്ടർ സെൽസ്. അപ്പൊ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സീക്വൻസ് ഓഫ് ഈവൻസ് ദാറ്റ് ഒക്കേഴ്സ് ഫ്രം ദ ഫോർമേഷൻ ഓഫ് എ സെൽ ടു ഇറ്റ്സ് എന്താണ് ഡിവിഷൻ ഇൻ ടു ഡോട്ടർ സെൽസ്. അതിൽ വരുന്ന സീക്വൻസ് ഓഫ് ഈവൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ജീനോ, അതുപോലെ തന്നെ സിന്തസിസ് ഓഫ് ദ സെൽ കോൺസ്റ്റുവൻസ്, അതുപോലെ തന്നെ ഡിവിഷൻ ഇൻ ടു ഡോട്ടർ സെൽസ്. ഓക്കെ, ഇനി വരുന്ന ടേം ആണ് എന്തെന്ന് പറയുന്നത്, ജനറേഷൻ ടൈം. എന്താണ് ജനറേഷൻ ടൈം? ഒരു സെല്ല് അതിന്റെ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജനറേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. എന്താണ്, വാട്ട് ഈസ് മെന്റ് ബൈ ജനറേഷൻ ടൈം? ദ ടൈം ടേക്കൺ ബൈ എ സെൽ ടു കംപ്ലീറ്റ് ഇറ്റ് സെൽ സൈക്കിൾ. ആ സെൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് എന്ത് പറയുന്നത്, ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് എല്ലാ സെല്ലുകൾക്കും ഒരുപോലെയല്ല. ഓക്കെ, ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ട്. ഡിഫറെന്റ് സ്പീഷീസിലെ സെല്ലുകൾക്ക് പലതരത്തിലുള്ള എന്താണ്, ഡിഫറെന്റ് സ്പീഷീസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. അവരോരോന്നിലും വരുന്ന ജനറേഷൻ ടൈം എന്ന് പറഞ്ഞ എന്താണ്, വ്യത്യസ്തമായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ആൾക്കാരുടെ ജനറേഷൻ ടൈം കൂടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ഒന്നാണ് ഹ്യൂമൻ സെൽ. നമ്മുടെ മനുഷ്യന്റെ സെല്ല് കൾച്ചറിൽ, ഒരു കൾച്ചർ മീഡിയത്തിൽ നമ്മൾ ഹ്യൂമൻ സെല്ല് വരുന്ന സമയത്ത് അതിന്റെ ജനറേഷൻ ടൈം ഏതാണ്ട് വരുന്നത് എത്രയാണ്, 24 hours ആണ് വരുന്നത്. എത്രയാണ് വരുന്നത്, 24 hours ആണ് എന്ത്, ഹ്യൂമൻ സെല്ലിംഗ് കൾച്ചർ. അതിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. പിന്നെ വരുന്നതാണ് ഈസ്റ്റ് സെൽ. ഈസ്റ്റ് സെല്ലിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് 90 minutes ആണ്. ഈസ്റ്റ് സെല്ലിന്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് 90 minutes ആണ്. പിന്നെയാണ് എന്ത് പറയുന്നത്, എസ്ക്രീഷ്യ കോള അല്ലെങ്കിൽ ഈക്കോളയുടെ ജനറേഷൻ ടൈം ഏതാണ്ട് എത്ര വരുന്നുണ്ട്, 20 minutes ആണ് വരുന്നത്. ഈക്കോളയുടെ ജനറേഷൻ ടൈം ഏതാണ്ട് എത്ര വരുന്നുണ്ട്, 20 minutes ആണ് വരുന്നത്. പിന്നെ സ്റ്റാഫോറിയസ് അല്ലെങ്കിൽ സെഫാലോകോക്കസ് ഓറിയസ് 30 minutes ആണ് എന്തെന്ന് പറയുന്നത്, ജനറേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനറേഷൻ ടൈംസ് ഒന്ന് നോക്കി വെക്കണം, ചോദിക്കാറുണ്ട്, ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഹ്യൂമൻ സെല്ലിന് എത്രയാണ് വരുന്നത്, 24 hours. ഈസ്റ്റിന് എത്രയാണ് വരുന്നത്, 90 minutes. ഈക്കോളയ്ക്ക് എത്രയാണ് വരുന്നത്, 20 minutes. അതുപോലെ തന്നെ സ്റ്റെഫാലോകോക്കസ് ഓറിയസിന് എത്രയാണ് വരുന്നത്, 30 minutes. അപ്പൊ ഈ പറയുന്ന സെൽ സൈക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, എം ഫേസ് എന്ന് പറയുന്നത്. എം ഫേസിലാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, സെൽ ഡിവിഷൻ നടക്കുന്നത്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടക്കുന്നത് ഈ എം ഫേസിലാണ്. സെൽ സൈക്കിളിനെ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇന്റർഫേസ് എന്നും ഇൻഫേസ് എന്നും. അത് എം ഫേസിലാണ് എന്ത് പ്രോപ്പർ ആയിട്ടുള്ള എന്ത് സെൽ ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ മൈറ്റോസിസ് മിയോസിസ് പോലുള്ള ഡിവിഷൻസ് നടക്കുന്ന എം ഫേസിലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ എന്താണ് മൈറ്റോസിസ്, എങ്ങനെയാണ് മിയോസിസ് നടക്കുന്നത്, ഓരോ സ്റ്റേജസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർഫേസ് എന്ന് പറയുന്ന ഇതിലാണ്, സ്റ്റേജിലാണ്. എന്താണ് ഇന്റർഫേസ്? ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ മമേലിയൻ സെല്ലിൽ ഏതാണ്ട്, ഇപ്പൊ നമുക്കറിയാം ഹ്യൂമൻ സെല്ലിൽ ജനറേഷൻ ടൈം ഏതാണ്ട് എത്രയാണ് നമ്മൾ പഠിച്ചിരുന്നു, 24 hours എന്ന് പഠിച്ചിരുന്നു. അപ്പൊ അതിൽ ഏതാണ്ട് 10 to 20 hours, അതായത് ഏതാണ്ട് 96% വരുന്നത് എന്താണ്, ഇന്റർഫേസ് ആണ് വരുന്നത്. എന്താണ്, സെൽ സൈക്കിളിനെ നമുക്ക് എന്തായി ഡിവൈഡ് ചെയ്യാം, രണ്ട് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് എന്ത്, ഇന്റർഫേസും എം ഫേസും. ആ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒരു ജനറേഷൻ ടൈമിൽ 96%. ഇപ്പൊ ഇത് ഹ്യൂമൻ സെൽ എടുക്കുകയാണെങ്കിൽ 24 hours ഏതാണ്ട് 10 to 20 hours എന്ന് പറയുന്നത് എന്താണ്, ഇന്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ ഞാൻ സെൽ സൈക്കിൾ ഒരു ഇതായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ സെൽ സൈക്കിൾ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാം, ഇന്റർഫേസ് എന്നും എം ഫേസ് എന്നും. ഈ എം ഫേസ് ആണ് എന്ത് ചെയ്യുന്നത്, ബഹുഭൂരിഭാഗവും വരുന്നത്, 96% വരുന്നത്. ആ ഇന്റർഫേസിനെ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർഫേസിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണൊന്ന് G1 അല്ലെങ്കിൽ ഗ്യാപ് 1 ഫേസ്. അത് ഏതാണ്ട് 42%. ഈ ഇന്റർഫേസിന്റെ തന്നെ 42% ആണ് എന്ത് പറയുന്നത്, G1 അല്ലെങ്കിൽ ഗ്യാപ് 1 ഫേസ്. പിന്നെ വരുന്നത് എസ് ഫേസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സിന്തസിസ് ഫേസ്. പിന്നെ വരുന്നതാണ് എന്ത്,
G2. പിന്നെ വരുന്നതാണ് എന്ത് G2 അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ വരുന്നത് G1 അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് അല്ലെങ്കിൽ ഗ്യാപ് വൺ ഫേസ്, എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്, പിന്നെ G2 അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രോത്ത് ഫേസ്. എസ് ഫേസ് എന്ന് പറയുന്നത് ഏതാണ്ട് എത്ര വരുന്നുണ്ട്? ഈ ഇന്റർഫേസിന്റെ തന്നെ 33% എസ് ഫേസും G2 എന്ന് പറഞ്ഞ ഏതാണ്ട് എത്രയാണ് 21% വരുന്നത്. ഇവര് മൂന്നുമാണ് എന്തെന്ന് പറയുന്നത് ഇന്റർഫേസിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇന്റർഫേസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് സെൽ സൈക്കിളിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് സെൽ സൈക്കിളിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? സെൽ സൈക്കിളിനെ നമ്മൾ എന്താണ് ഇന്റർഫേസ് എന്നും എം ഫേസ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 96% ഓഫ് ദ സെൽ സൈക്കിൾ ഇന്റർഫേസ് ആണ് വരുന്നത്. അതായത് ഒരു മമ്മേലിയൻ സെൽ എടുക്കുകയാണെങ്കിൽ 20 hours ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർഫേസും, ബാക്കി ഒരു മണിക്കൂർ മാത്രമേ എം ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസ് വരുന്നുള്ളൂ. ഇനി ഇന്റർഫേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർഫേസിൽ വരുന്നതാണ് ഫസ്റ്റ് ഫേസ്, അതാണ് എന്ത് G1 ഫേസ് അല്ലെങ്കിൽ ഗ്രോത്ത് വൺ ഫേസിനെ ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് അല്ലെങ്കിൽ ഗ്യാപ് വൺ ഫേസ്. പിന്നെ വരുന്നത് എസ് ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്, പിന്നെ G2 ഫേസ്. G1 ഏതാണ്ട് 42% വരുന്നുണ്ട്, എസ് ഫേസ് ഏതാണ്ട് 33% വരുന്നുണ്ട്, G2 ഏതാണ്ട് എത്ര വരുന്നുണ്ട്? 21% വരുന്നുണ്ട്. ഓക്കെ, G1 ഫേസിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. G1 ഫേസിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്നാ വിളിക്കുക. അതായത് മൈറ്റോസിസ് കഴിഞ്ഞു വരുന്ന ഫേസ് ആണെന്ന് പറയുന്നത് G1 ഫേസ് എന്ന് പറയും. പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് എന്തിനെ വിളിക്കുന്നത്? G1 വിളിക്കും. G1 എന്ന് പറഞ്ഞാൽ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്, മൈറ്റോസിസ് കഴിഞ്ഞു വരുന്ന ഫേസ്, മൈറ്റോസിസ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന ഫേസ് ആണെന്ന് പറയുന്നത് ഈ G1 എന്ന് പറയുന്നത്. അപ്പൊ എന്തെന്ന് വിളിക്കും? അതിനെ നമ്മള് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? G1 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്നാണ് വിളിക്കുക. മൈറ്റോസിസ് കഴിഞ്ഞു വരുന്ന ഫേസ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൽ എന്താ ചെയ്യുന്നത്? മൈറ്റോസിസ് കഴിഞ്ഞു വന്നു, ഈ പുതിയ ഡിവിഷന് വേണ്ടി എന്ത് ചെയ്യണം? തയ്യാറെടുക്കണം, സെല്ലിനെ തയ്യാറെടുക്കണം. അപ്പൊ എന്ത് ചെയ്യും? ദർ വിൽ ബി ഗ്രോത്ത് ഓഫ് പ്രോട്ടോപ്ലാസം. നമ്മുടെ എന്ത് വളരും? സെല്ലിന്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ത് ചെയ്യും? വളരും. ദർ വിൽ ബി ഗ്രോത്ത് ഓഫ് പ്രോട്ടോപ്ലാസം. അതുപോലെ തന്നെ എന്തുണ്ടാവും? പിന്നെന്താ ഉണ്ടാവുന്നത്? RNA സിന്തസിസ് ഉണ്ടാവും. RNA സിന്തസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ അപ്പൊ RNA സിന്തസിസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെല്ല് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊപ്പം തന്നെ എന്തുണ്ടാവും? സെല്ലിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. There will be protein synthesis. എന്തൊക്കെയാണ് G1 ഫേസ്? ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. അപ്പൊ പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് മൈറ്റോസിസ് കഴിഞ്ഞ് സെല്ല് വന്നു. ഇനി എന്ത് ചെയ്യണം? സെല്ലിനെ പുതിയ ഡിവിഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യും? There will be growth of protoplasm, there will be RNA synthesis, and there will be എന്തുണ്ടാവും? പ്രോട്ടീൻ സിന്തസിസും ഉണ്ടാകും. അപ്പോൾ പ്രോട്ടോപ്ലാസം വളരും, RNA സിന്തസിസ്, പുതിയ RNA സിന്തസിസ് ചെയ്യും. അതുപോലെ തന്നെ എന്തുണ്ടാവും? പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവും. പിന്നെ എന്താണ്? സെല്ലിനൊരു വെജിറ്റേറ്റീവ് ഗ്രോത്ത്, അതായത് സെല്ല് എന്ത് ചെയ്യും? സൈസിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സെല്ലിനൊരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഫേസിലായിരിക്കും എന്ത് വരുന്നത്? ഈ G1 ഫേസിൽ വരുന്നത്. അപ്പൊ എന്തുണ്ടാവും? സെല്ല് കൊണ്ടിരിക്കും ഒരു ത്രഷ് ഹോൾഡ് വരെ. സെല്ല് എന്ത് ചെയ്യും? ഒരു ത്രഷ് ഹോൾഡ് എത്തുന്നവരെ വലുതായിക്കൊണ്ടിരിക്കും. അതായത് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഒരു ത്രഷ് ഹോൾഡ് വരെ എന്ത് ചെയ്യും? വലുതാ. ആ ത്രഷ് ഹോൾഡ് കടന്നു കഴിഞ്ഞാൽ സെല്ല് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ആക്ടിവിറ്റീസ് എഫിഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ആ ഒരു ത്രഷ് ഹോൾഡ് വരെ എന്ത് ചെയ്യും? സെല്ലിന് ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഈ G1 ഫേസിൽ എത്തും. അപ്പൊ അത് കഴിഞ്ഞാൽ ത്രഷ് ഹോൾഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെല്ലിന്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? സെല്ല് ഡിവിഷനിലേക്ക് കടക്കണം. അപ്പൊ G1 ഫേസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ഡിവിഷനിലേക്ക് കടക്കാം. അതായത് സെല്ല് ഒരു ത്രഷ് ഹോൾഡ് ക്രോസ് ചെയ്ത് വളർന്നു കഴിഞ്ഞാൽ ഡിവിഷനിലേക്ക് കടക്കുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് വിളിക്കാറുണ്ട്. അനിമൽ സെൽസിൽ G1 ഈസ് കോൾഡ് ആസ് റെസ്ട്രിക്ഷൻ പോയിന്റ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിൽ റെസ്ട്രിക്ഷൻ പോയിന്റ് ആയിട്ട് എന്തിനെ കാണാറുണ്ട്? ഈ G1 കാണാറുണ്ട്. G1 ഈസ് കോൾഡ് ആസ് ദ റെസ്ട്രിക്ഷൻ പോയിന്റ് ഇൻ സെൽ ഡിവിഷൻ. സെൽ ഡിവിഷനിലെ എന്നായിട്ട് കാണപ്പെടാറുണ്ട്?
restriction point in cell division in the case of animals. Animals ജീവൻ is called as the restriction point in the case of cell division. അതായത് ഇതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുന്നില്ല, സെല്ല് എന്താ, അതായത് ഇനി തിരിച്ച് ഇപ്പൊ സെല്ല് ജീവൻ ഫേസ് കഴിഞ്ഞ് പിന്നെ സെല്ല് തിരിച്ചൊരുക്കി ഇനി എനിക്ക് ഡിവൈഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. സെല്ല് എന്ത് ചെയ്യണം, അടുത്ത ഫേസ് സിന്തസിസ് ഫേസിലേക്ക് കിടക്കണം. അതായത് ആക്റ്റീവ് സെൽ ഡിവിഷനിലേക്ക് എന്ത് ചെയ്തു, സെല്ല് കടന്നു. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് വിളിക്കുന്നത്, റെസ്ട്രിക്ഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഫേസ് ആണ് എന്റെ ഫേസിലെ ഫസ്റ്റ് ഫേസ് ആണ് എന്ത്, ജീവൻ. ഏതാണ്ട് എത്ര വരുന്നുണ്ട്, 42% ഓളം ഇന്റർഫേസിന്റെ എന്താണ് വരുന്നത്, ജീവനാണ് വരുന്നത്. ജീവൻ ഫേസിലെയും ഗ്രോത്ത് 1 ഫേസ് അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ് എന്നാണ് വിളിക്കുക. അതിനെ നമ്മൾ എങ്ങനെയാ വിളിക്കുക, ഇസ് ഓൾസോ കോൾഡ് ആസ് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. എന്താ വിളിക്കാറ്, പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. മൈറ്റോസിസിന് ശേഷം വരുന്നത്. അപ്പൊ അതിന് ശേഷം എന്നുള്ള സെല്ലിനെ പുതുതായിട്ടുള്ള ഡിവിഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി എന്താണ്, പ്രോട്ടോപ്ലാസം. അതായത് എന്താണ്, ഗ്രോത്ത് ഓഫ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസത്തിന് എന്ത് ചെയ്യും, ഗ്രോത്ത് വരുന്നുണ്ടോ, അതായത് പുതിയതായിട്ട് പ്രോട്ടോപ്ലാസം ഫോം ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, RNA എന്ത് ചെയ്യും, സിന്തസിസ് ചെയ്യും. പുതിയതായിട്ടുള്ള ആവശ്യമുള്ള RNAs സിന്തസിസ് ചെയ്യും. ആവശ്യമുള്ള പ്രോട്ടീൻസ് സിന്തസിസ് ചെയ്യും. ആൻഡ് പ്രോട്ടീൻസ് സിന്തസിസ് ആൻഡ് there will be a generalized vegetative growth of the cells. അതിലൊരു generalized vegetative growth ഉണ്ടാവും till it reaches a threshold. അതായത് വോളിയം ടു സർഫസ് ഏരിയ റേഷ്യോ ടു ത്രെഷ് എത്തുന്നവരെ. ആ ത്രെഷ് ക്രോസ് ചെയ്ത സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസ്, അതിന്റെ നാച്ചുറൽ ആയിട്ട് ഉള്ള ആ ഒരു ആക്ടിവിറ്റീസ്, അതിന്റെ സെല്ലിന് പറയുന്ന നോർമൽ ആക്ടിവിറ്റീസ് നടക്കത്തില്ല ആ ത്രെഷ് ക്രോസ് ചെയ്ത. അപ്പൊ ആ ഒരു ത്രെഷ് എത്തുന്നവരെ എന്ത് ചെയ്തോണ്ടിരിക്കും, ഈ സെല്ല് ഗ്രോ ചെയ്തോണ്ടിരിക്കും, വെജിറ്റേറ്റീവ് ഗ്രോത്ത് വന്നുകൊണ്ടിരിക്കും. ആ ഗ്രോത്ത് ഇത് കടന്നു കഴിഞ്ഞ് ത്രെഷ് കടന്നാൽ പിന്നെ എന്ത് ചെയ്യണം, സെല്ല് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട്, അതായത് ജീവൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെല്ലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിഞ്ഞു പോകാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യണം, S കഴിഞ്ഞ് G2 കഴിഞ്ഞ് M ഫേസ് വരെ, അതായത് ഡിവിഷൻ കഴിഞ്ഞ് പിന്നെ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദി റെസ്ട്രിക്ഷൻ പോയിന്റ് ഇൻ ദ കേസ് ഓഫ് എന്താ, അനിമൽ സെൽസ്. ഓക്കെ, അപ്പൊ ജീവൻ കഴിഞ്ഞ ശേഷം വരുന്ന ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്, S ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ S ഫേസിന്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, എന്തെന്നാ വിളിക്കുക, സിന്തസിസ് ഫേസ് എന്നാണ് വിളിക്കുക. S ഫേസിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക, സിന്തസിസ് ഫേസ് എന്നാ വിളിക്കുക. എന്തുകൊണ്ടാണ് S ഫേസിനെ സിന്തസിസ് ഫേസ് എന്ന് വിളിക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത്. നമ്മുടെ ജീനോമിന്റെ ഡ്യൂപ്ലിക്കേഷൻ, നമ്മുടെ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്, ഈ S ഫേസിലാണ് നടക്കുന്നത്. DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. DNA സ്റ്റെബിലൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസിന്റെയും ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്, S ഫേസിലാണ്. S ഫേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സിന്തസിസ് ഫേസ്. എന്തുകൊണ്ടാണ് അതിനെ സിന്തസിസ് ഫേസ് എന്ന് വിളിക്കുന്നത്, നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിന്റെ അല്ലെങ്കിൽ DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് എവിടെയാണ്, S ഫേസിലാണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ DNA സപ്പോർട്ടിംഗ് പ്രോട്ടീൻ ആയിട്ടുള്ള എന്താണ്, DNA സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്ന പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസിന്റെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് ഏതിലാണ്, S ഫേസിലാണ്. അപ്പൊ S ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ദ ഫേസ് ഓഫ് DNA റെപ്ലിക്കേഷൻ ഓഫ് DNA ആൻഡ് ഹിസ്റ്റോൺ സിന്തസിസ്. DNA എന്താവും, ഇവിടെ ഡബിൾ ദ എമൗണ്ട് ഓഫ് DNA ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഒരു സെല്ലിൽ, അതായത് നോർമൽ ഉണ്ടായിരുന്ന സെല്ലിനെക്കാട്ടും ഡബിൾ ദ എമൗണ്ട് ഓഫ് DNA നമുക്ക് എന്തിൽ ഫോം ചെയ്യുന്നുണ്ട്, S ഫേസിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ DNA എന്ത് ചെയ്യും, ഡബിൾ ആയിട്ട് ഫോം ചെയ്യും. പക്ഷേ DNA അവിടെ ഡബിൾ ആകുന്നുണ്ടെങ്കിലും എന്താണ്, ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. DNA ഡബിൾ ആയി എന്താണ്, ക്രോമസോം നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും DNA ഡബിൾ ആവും, പക്ഷെ എന്തുകൊണ്ടാണ് ക്രോമസോം നമ്പർ സെയിം ആവുന്നത്, കാരണം അത് സെൻട്രോമിയറിലേക്ക് ഡബിൾ ചെയ്തിരിക്കുന്ന DNA അല്ലെങ്കിൽ ഡബിൾ ചെയ്തിരിക്കുന്ന DNA അല്ലെങ്കിൽ ആ ക്രോമസോംസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെൻട്രോമിയറിലേക്ക് തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും, സെപ്പറേറ്റഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു ക്രോമസോമിന്റെ മുകളിൽ, അതായത് സെൻട്രോമിയറിലേക്ക് തന്നെ, അപ്പൊ ഡബിൾ ചെയ്തിരിക്കുന്ന DNA മെറ്റീരിയൽ എന്ന് പറയുന്നത് എവിടെ തന്നെ ഇരിക്കും, ആ സെൻട്രോമിയറിലേക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ DNA എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡബിൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ജനറ്റിക് മെറ്റീരിയലിന്റെ ക്വാണ്ടിറ്റി എന്താണ്, 2C ആയിരുന്നു. അതായത് S ഫേസിന് മുമ്പ് G1 ഏതാണ്ട് 2C ആയിരുന്നു വിചാരിക്കുക. എന്തെന്ന് പറയുന്നത് കാണുന്നുണ്ടോ, ഇങ്ങോട്ട് എഴുതാം.
അതായത് ജനറ്റിക് മെറ്റീരിയൽ G1 ഫേസിൽ ഏതാണ്ട് 2C ആയിരുന്നു വിചാരിക്കാം. ജനറ്റിക് മെറ്റീരിയൽ DNA 2C ആയിരുന്നു വിചാരിക്കാം. നമ്പർ ഓഫ് ക്രോമസോംസ് G1 ഫേസിൽ നിൽക്കുന്ന സെല്ലിൽ ഏതാണ്ട് 2N ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് G1 നിൽക്കുന്ന സെല്ലിലെ ജനറ്റിക് മെറ്റീരിയലിന്റെ എമൗണ്ട്, അതായത് DNA എമൗണ്ട് 2C, എന്താണ് ക്രോമസോം നമ്പർ 2N ആണെന്ന് വിചാരിക്കുക. അത് S ഫേസിലേക്ക് എത്തുന്ന സമയത്ത് ജനറ്റിക് മെറ്റീരിയലിന്റെ എമൗണ്ട് ഏതാണ്ട് 4C ആവും. ബട്ട് ക്രോമസോം നമ്പർ സ്റ്റിൽ റിമീൻസ് എന്ത് തന്നെയാണ് 2N ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുക. ഓക്കെ, മനസ്സിലായോ? എന്താണ് S ഫേസ്? 33% ഓഫ് ദി എന്താണ് ഇന്റർഫേസ് എന്ന് പറയുന്നത് S ഫേസ് ആണ്. നമ്മൾ എന്തെന്നും വിളിക്കും? സിന്തസിസ് ഫേസ് എന്നും വിളിക്കും. മെയിൻ ആയിട്ട് എന്താണ് DNA ഡ്യൂപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. അതിനൊപ്പം തന്നെ DNA സ്റ്റെബിലൈസിങ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസിന്റെ എന്തും നടക്കും? ഡ്യൂപ്ലിക്കേഷൻ നടക്കും. അവിടെ DNA ഡ്യൂപ്ലിക്കേഷൻ നടന്ന് DNA ഡബിൾ ചെയ്ത് കഴിഞ്ഞാലും ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. ബിക്കോസ് എന്തുകൊണ്ടാണ്? ക്രോമസോംസ് ആർ അറ്റാച്ച് ടു സെൻട്രോമിയർ. ക്രോമസോംസിന്റെ ഡിവിഷൻ നടന്നിട്ടില്ല. സെൻട്രോമിയറിലോട്ട് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോം ഇതെന്താണ് സെൻട്രോമിയറിലോട്ട് തന്നെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. അതായത് G1 ഫേസിലുള്ള സെല്ലിന്റെ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ കണ്ടന്റ് 2C, ക്രോമസോം നമ്പർ 2N ആണെങ്കിൽ S ഫേസിൽ എത്തുന്ന സമയത്ത് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ കണ്ടന്റ് അല്ലെങ്കിൽ DNA കണ്ടന്റ് 4C, ക്രോമസോം നമ്പർ എന്ത് തന്നെയായിരിക്കും? 2N തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് എന്ത് S ഫേസ്. ഓക്കെ, അടുത്തതാണ് എന്ത് G1 ഫേസ്. G1 ഫേസിനെ നമ്മൾ വിളിക്കുക G2 ഫേസ്. സോറി, അടുത്താണെന്ത് G2 ഫേസ്. G2 ഫേസിനെ നമ്മൾ വിളിക്കുക, G1 നമ്മൾ എന്താ വിളിച്ചത്? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ് എന്ന് വിളിച്ചു. G1 നമ്മൾ വിളിക്കുന്നത് എന്താണ്? പ്രീ മൈറ്റോട്ടിക് ഫേസ് ആണ്. മൈറ്റോസിസിന് തൊട്ട് മുമ്പുള്ള ഫേസ് ആണ് എന്തെന്ന് പറയുന്നത് G2 എന്ന്. അപ്പം G2 നമ്മൾ എന്തെന്നാ വിളിക്കുക? പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ല് പഴയതുപോലെ, അതായത് നേരത്തെ പോലെ എന്താണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് there will be some amount of RNA replication, അതായത് RNA replication ഉണ്ടാവും. അതുപോലെ തന്നെ എന്തുണ്ടാവും? ട്യൂബുലിൻ പ്രോട്ടീൻസിന്റെ സിന്തസിസ് ഉണ്ടാവും. ട്യൂബുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽ ഡിവിഷന് വേണ്ടി ആവശ്യമായിട്ടുള്ള ചില പ്രോട്ടീനുകളാണ് എന്ത്? ട്യൂബുലിൻ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? G2 എന്ന് പറഞ്ഞ 21% ഓഫ് ദി സെൽ സൈക്കിൾ ആണെന്ത്? G2 എന്ന് പറയുന്നത്. അതിന് വേറൊരു പേരാണെന്ത്? പ്രീ മൈറ്റോസിസ്. ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണ്? RNA റെപ്ലിക്കേഷൻ ആണ് നടക്കുന്നത്. പിന്നെ വരുന്ന എന്താണ്? ട്യൂബുലിൻ പ്രോട്ടീൻസിന്റെ സിന്തസിസും നടക്കും. ഏതാണ്ട് എത്രയാണ്? 21% ഓഫ് ദ സെൽ സൈക്കിൾ. ഓക്കെ, ഒന്നും കൂടി നമുക്ക് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം, കൺഫ്യൂസ്ഡ് ആവാതിരിക്കാനായിട്ടാണ്. അപ്പൊ G1 നമുക്ക് സെൽ സൈക്കിളിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഇന്റർഫേസും ഉണ്ട്, എം ഫേസും ഉണ്ട്. ഇന്റർഫേസ് ഏതാണ്ട് മേജർ ഷെയർ അതാണ് 96%. അതായത് 24 അവർ ഒരു ഹ്യൂമൻ സെൽ എടുക്കുകയാണെങ്കിൽ 10 to 20 അവർ ഏതാണ്ട് എത്രയാണ് വരുന്നത്? ഇന്റർഫേസ് ആണ് വരുന്നത്. 1 മണിക്കൂർ എം ഫേസ് അല്ലെങ്കിൽ ഡിവിഷൻ ഫേസ് വരുന്നത്. ഈ ഇന്റർഫേസിനെ തന്നെ നമുക്ക് എന്താ ഡിവൈഡ് ചെയ്യാം? 3 ഡിവൈഡ് ചെയ്യാം. അതാണ് G1 അല്ലെങ്കിൽ എന്ത് എന്താ G1 അല്ലെങ്കിൽ ഗ്രോത്ത് 1 അല്ലെങ്കിൽ ഗ്യാപ്പ് 1 ഫേസ്, S ഫേസ് അല്ലെങ്കിൽ സിന്തസിസ് ഫേസ്, G2 അല്ലെങ്കിൽ ഗ്രോത്ത് 2 അല്ലെങ്കിൽ ഗ്യാപ്പ് 2 ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ G1 വേറെ പേരാണ് എന്ത്? പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. അതായത് മൈറ്റോസിസിന് ശേഷം ഒരു സെല്ലിന് പുതിയ മൈറ്റോസിസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഫേസ്. അതുകൊണ്ടാണ് പോസ്റ്റ് മൈറ്റോട്ടിക് ഫേസ്. അപ്പൊ പുതിയ സെല്ലിന് എന്ത് ചെയ്യണം? പുതിയ ഡിവിഷന് വേണ്ടി തയ്യാറെടുപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവണം? പ്രോട്ടോപ്ലാസം സിന്തസിസ് ഉണ്ടാവും, RNA സിന്തസിസ് ഉണ്ടാവും, പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവും. ആൻഡ് there will be generalized vegetative growth of the cell if the cell reaches a threshold value. ത്രെഷോൾഡ് റേഷ്യോ എത്താണ്? സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഒരു ത്രെഷോൾഡ് എത്തുന്നവരെ സെൽ എന്ത് ചെയ്യും? വെജിറ്റേറ്റീവ് ഗ്രോത്ത് സംഭവിക്കും. ആ ഒരു ത്രെഷോൾഡ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെല്ലിന് അതിന്റെ നോർമൽ ഫങ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഈ G1 നമ്മൾ എന്താണ്? G1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെൽ എന്തായാലും ഡിവിഷനിലോട്ട് പോകണം. അപ്പൊ ബാക്കി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എസും G2 എമ്മും ഒന്നും കംപ്ലീറ്റ് ചെയ്ത് സെൽ ഡിവിഷനിലോട്ട് പോകണം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ റെസ്ട്രിക്ഷൻ പോയിന്റ് ഇൻ ദ കേസ് ഓഫ് അനിമൽ സെൽസ്. അടുത്തതാണ് എന്ത്? രണ്ടാമത്തെ ഫേസ് ആണ് S ഫേസ്. ഏതാണ്ട് 33% ആണ് വരുന്നത്. ഇസ് ഓൾസോ കോൾഡ് ആസ് സിന്തസിസ് ഫേസ്. മെയിൻ ആയിട്ട് നടക്കുന്നത് എന്താണ്? DNA ഡ്യൂപ്ലിക്കേഷനും DNA സപ്പോർട്ടിംഗ് പ്രോട്ടീൻസ് ആയിട്ടുള്ള ഹിസ്റ്റോൺസിന്റെ ഡ്യൂപ്ലിക്കേഷനുമാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? DNA ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. DNA അതായത് ജീനോം എന്താവും? DNA എന്താവും? ഡബിൾ ആവും. പക്ഷെ ക്രോമസോം നമ്പർ റിമെയിൻസ് ദ സെയിം. അതായത് G1 ഫേസിൽ നിൽക്കുന്ന സെല്ലില് എന്താണ്?
DNA കണ്ടന്റ് 2C, ക്രോമസോം നമ്പർ 2N ആണെങ്കിൽ എസ് ഫേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ സെല്ലില് DNA കണ്ടന്റ് ഏതാണ്ട് 4C, പക്ഷെ ക്രോമസോം നമ്പർ എന്ത് തന്നെയായിരിക്കും? 2N തന്നെയായിരിക്കും. ഇതൊരിക്കലും എന്താവില്ല, 4N ആയിട്ട് മാറില്ല. ഓക്കെ, അതോർത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ 4N ആവാത്തത്? സെൻട്രോമിയറിലേക്ക് ക്രോമസോംസ് എന്തായിരിക്കും? സെൻട്രോമിയറിലേക്ക് തന്നെ അറ്റാച്ച്ഡ് ആയിരിക്കും. ഇനി അടുത്ത ലാസ്റ്റ് ഫേസ് ആണെന്ത്? G2 ഫേസ്. അതിനെ പ്രീ മൈറ്റോട്ടിക് ഫേസ് എന്നാണ് പറയുന്നത്. അതിന് 21% ഓഫ് ദ ഇന്റർഫേസ് ആണ് വരുന്നത്. അതായത് പ്രീ മൈറ്റോസിസ്. അവിടെ എന്താണ്? സെൽ കണ്ടിന്യൂസ് ടു ഗ്രോ, പിന്നെ എന്തുണ്ടാവും? RNA റെപ്ലിക്കേഷൻ, പിന്നെ എന്താണ്? ഡിവിഷൻ, സെൽ ഡിവിഷൻ ആവശ്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ്, ട്യൂബുലിൻ പ്രോട്ടീൻസിന്റെ ഒക്കെ സിന്തസിസ് എന്ത് ചെയ്യും? നടക്കും. ഇതാണ് എന്ത്? സെൽ സൈക്കിളിൽ വരുന്ന ഇന്റർഫേസിലെ ബേസിക് സ്റ്റെപ്പുകൾ. അപ്പോൾ മനസ്സിലായ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഫേസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ G1, G1S, G2 എന്ന് പറയുന്ന ഇന്റർഫേസിലെ പല സ്റ്റേജുകളെ കുറിച്ച് പഠിച്ചു. ഇനി അതുപോലെ തന്നെ വരുന്ന ഒരു ഫേസ് ആണ് എന്തെന്ന് പറയുന്നത് ഈ G0 ഫേസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തെന്നും വിളിക്കും? ക്രസന്റ് സ്റ്റേജ് എന്നും വിളിക്കും. അപ്പൊ ക്രസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പോലെ. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കലാണ്. എന്ത്? വെറുതെ ഇരിക്കുകയല്ല, നമ്മൾ വേറെ പല ആക്ടിവിറ്റീസ്, നമ്മുടെ ജോലി വേറെ ഇതായിട്ട് നമ്മുടെ ജോലി, അതായത് നമ്മൾ ചെയ്തിരുന്ന ജോലി നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വേറെ പല ആക്ടിവിറ്റീസിലും എൻഗേജ്ഡ് ആവും. അതുപോലെ തന്നെയാണ് എന്ത്? പ്രസന്റ് സ്റ്റേജിലേക്ക് എത്തിയ ഒരു സെല്ല്. അതായത് എന്ത് ചെയ്യും? സെല്ല് മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യില്ല, ഇറ്റ് വിൽ നോട്ട് ബി പ്രിപ്പയറിംഗ് ഫോർ ഡിവിഷൻ. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യത്തുമില്ല, ഡിവിഷന് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പ്രിപ്പയർ ചെയ്യുന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ നമ്മൾ എക്സ്റ്റെൻഡഡ് ഫേസ് ഓഫ് ജീവനായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ അതിനെ നമ്മൾ എന്താണ്, ഒരു സെപ്പറേറ്റ് ഫേസ് ഔട്ട്സൈഡ് ദ സെൽ സൈക്കിൾ ആയിട്ടാണ് എന്ത് ഈ G0 ഫേസ് അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേജിനെ കാണുന്നത്. G0 അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽ വിത്ത് ഡിവൈഡ്, ഡിവിഷൻ എന്ത് ചെയ്യും? ക്വിറ്റ് ചെയ്യും. അതിന് പണ്ട് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫേസ് ഓഫ് ജീവനായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ അതിനെ സെപ്പറേറ്റ് ഫേസ് ഔട്ട്സൈഡ് സെൽ സൈക്കിൾ ആയിട്ട് കാണുന്നുണ്ട്. സെൽ റിമെയിൻ മെറ്റബോളിക്കലി ആക്റ്റീവ്. സെൽ എന്തായിരിക്കും? മെറ്റബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും, ബട്ട് ആർ നെയ്തർ ഡിവൈഡിങ് നോ പ്രിപ്പയറിംഗ് ടു ഡിവൈഡ്. ഡിവൈഡ് ചെയ്യത്തുമില്ല, അതുപോലെ തന്നെ എന്താണ്? ദേ ആർ നോട്ട് പ്രിപ്പയറിംഗ് ടു ഡിവൈഡ്. അപ്പൊ G0 ഫേസിൽ എത്തിയ സെല്ല് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്നാമത് എന്ത് ചെയ്യാം? അവര് ഭാവിയിൽ സെൽ ഡിവിഷനിലേക്ക് കടക്കാം. എന്തെങ്കിലും സ്പെഷ്യൽ സെനേറിയോസ് വന്നു, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സെൽ ഡിവിഷൻസിലേക്ക് കിടക്കാം. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ എന്താണ് സെൽ ഡിവിഷൻസിലേക്ക് കിടക്കുന്ന ഇതിന്, അതായത് G0 ഫേസിലുള്ള സെല്ലുകൾക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റെം സെല്ലുകൾ. അതായത് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അവർ എന്ത് ചെയ്യും? ഡിവിഷനിലേക്ക്, സെൽ ഡിവിഷനിലേക്ക് കിടക്കും. കുറെ കാലം പ്രസന്റ് സ്റ്റേജിൽ കിടക്കും, പിന്നെ എന്ത് ചെയ്യും? ഡിവിഷനിലേക്ക് കിടക്കും. നമ്മൾ പ്യൂബർട്ടി ഒക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ, അതായത് നമ്മുടെ ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്, ഓവം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്നത്, അത്രയും കാലം അതിങ്ങനെ ക്വസ്റ്റ്യൻ സ്റ്റേജിൽ കിടക്കും, പിന്നെ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെല്ല് എന്താണ് ക്വസ്റ്റ്യൻ സ്റ്റേജിൽ കിടന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഡിവിഷനിലേക്ക് കിടക്കാം. അതാണ് നമ്മുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്റ്റെം സെൽസ്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നോട്ട് അറ്റ് ഓൾ ഡിവൈഡ് ചെയ്യില്ല. അതാണെന്ത്? നമ്മുടെ ന്യൂറോൺസ് ഒക്കെ പോലെയുള്ളതാണ്. ന്യൂറോൺസിൽ എന്ത് നടക്കുന്നില്ല, ഒരു സ്റ്റേജ് വരെ ന്യൂറോൺസ് ഡിവൈഡ് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ ന്യൂറോൺസ് എന്ത് ചെയ്യില്ല? ഡിവൈഡ് ചെയ്യില്ല. അപ്പൊ പ്രസന്റ് സ്റ്റേജിലേക്ക് പോകും. അതായത് പിന്നെ എന്ത് ചെയ്യില്ല? ന്യൂറോൺസ് ഡിവൈഡ് ചെയ്യത്തില്ല. അതാണ് എന്ത്? G0 അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. G0 അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റേജ് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസും മിയോസിസും ആണ്. വലിയ ഇച്ചിരി ലെങ്ത് ഉണ്ട്. അപ്പൊ അതൊരു വലിയ ഫുൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾ എല്ലാവരും ബോറടിച്ച് പിന്നെ വീഡിയോ കാണാനുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനത് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഇതാണ്, സെൽ സൈക്കിൾ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതിവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത വീഡിയോയിൽ വരുന്നത് മൈറ്റോസിസും, അതിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് മിയോസിസും. അങ്ങനെ ഞാൻ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഇതിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നോ, എനിക്ക് കുറച്ച് തിരക്കായതുകൊണ്ടാണ്. ഞാനത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻസും ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് വരുന്ന അതും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ഓക്കെ ബൈ. എല്ലാവരും പഠിക്കാം, നന്നായി റെസ്റ്റ് എടുക്കുക.